കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ഈങ്ങാപ്പുഴ സ്ഥിതി ചെയ്യുന്ന വനപർവ്വം എക്കോ ഡൈവേഴ്സിറ്റി പാർക്കിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. ഇതാണ് എൻട്രൻസ് വരുന്നത്. കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു അരുവി കാണാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയാണ് ചാർജ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. കയറി വരുമ്പം തന്നെ വനപർവ്വം നല്ലൊരു രീതിയിൽ ഒരു പാറയിൽ എഴുതി സെറ്റ് ചെയ്തിട്ടുള്ള കാണാം. ജൈവ വൈവിധ്യങ്ങൾ അനേകമുള്ളൊരു പാർക്കാണ് വനപർവ്വം. ഇതാണ് വനപർവ്വത്തിൻ്റെ ഒരു മാപ്പ് വരുന്നത്. ഈ വനത്തിനുള്ളിൽ അനേകം ചിത്രശലഭങ്ങളെ കാണാൻ കഴിയുന്നതാണ്. എല്ലാ ചെടികളുടെയും കൂടെ അതിൻ്റെ പേരും എഴുതി വച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കാട്ടുകള്ളി എന്ന് പറയാറില്ലേ, ആ കാട്ടുകള്ളിയാണ് ഇത്. നടന്നു വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ചെയറും കുറച്ച് ഊഞ്ഞാലകളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും മുമ്പോട്ടേക്കുള്ള വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതുവരെ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത അനേകം ഔഷധ സസ്യങ്ങളും ഇവിടെ ഉണ്ട്. ചിത്രശലഭങ്ങളുടെ ഉദ്യാനം, പാത്തിപ്പാറ, മുയൽപ്പാറ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെയാണ് നമുക്ക് ഈ വഴിയിൽ പോലെ കാണാൻ കഴിയുന്നത്. നമ്മൾ പോയ സമയത്ത് വെള്ളം വളരെ കുറവായിരുന്നു. ആണെങ്കിൽ കൂടെ ഈ അരുവിയുടെ മുകളിലൂടെ ഒരു പാലം വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളമുള്ള സമയത്ത് അതിമനോഹരമായിരിക്കും. ചിത്രശലഭങ്ങളുടെ ഉദ്യാനത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വെറൈറ്റി ചിത്രശലഭങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. നമ്മൾ വീണ്ടും മുമ്പോട്ടേക്കുള്ള യാത്രയിലാണ്. ഇവിടെ അങ്ങോട്ടേക്ക് കുറച്ച് കയറാനുണ്ട്. 2 സൈഡിലും മരങ്ങളും ചെടികളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാ മരത്തിൻ്റെയും പേര് അതിൻ്റെ കൂടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളം ഒഴുകി വരുന്നൊരു ഏരിയയാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഏരിയ കാണാൻ പറ്റും. നമ്മളിവിടുന്ന് പിന്നെയും മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു ബോർഡ് കാണാം, മുയൽപ്പാറ, പാത്തിപ്പാറ എന്ന് പറഞ്ഞിട്ട്. ചെറിയ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം മുമ്പോട്ടേക്ക് പോകാൻ. അവിടെ തന്നെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മഴക്കാലത്ത് അത്യാവശ്യം നല്ലോണം വെള്ളം ഇതിലൊക്കെ വരും. അത് ക്രോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ആ ബ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ വ്യൂ പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിലും കുറച്ച് അത്യാവശ്യം അധികം നടക്കാനുണ്ട്. ഇവിടുന്ന് ആ വെള്ളം ഒഴുകി വരുന്നതെല്ലാം കാണാം. നമ്മൾ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. ഇത്രയും നടന്നു വന്നതിൻ്റെ ക്ഷീണം ഇവിടെ എത്തുമ്പോൾ മാറും. നല്ലൊരു വ്യൂ തന്നെയാണ്. വെള്ളം കുറച്ച് കുറവാണ്. കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ കഴിയില്ല. ഇവിടെ ബാരിക്കേഡെല്ലാം വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വനപർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഏരിയയാണിത്. അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അപ്പോൾ നമ്മൾ കെയർ ചെയ്തിട്ട് വേണം മുകളിലേക്ക് വരാൻ. അപ്പോൾ ഇതൊക്കെയാണ് വനപർവ്വതത്തിലെ വിശേഷങ്ങൾ. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങുമ്പോൾ ഒന്ന് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. ഇപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നത് കാണാം. ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കെയർ ചെയ്യണം ഇവിടെ വരുമ്പോഴേ. എപ്പോഴാണ് വെള്ളം കൂടുക കുറയുന്നുള്ളത് പറയാൻ പറ്റില്ല. പെട്ടെന്നായിരിക്കും വെള്ളം വരുന്നതെല്ലാം. അപ്പം വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കയറുമ്പോൾ 2-3 വഴികളുണ്ട്. ഇതേപോലെ കല്ലൊക്കെ ഇട്ടിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നൊരു ഫീലിംഗ് ആണ്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വനപർവ്വതത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.